ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. സഹോദരങ്ങളെ, നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ളവയെ നേടിയെടുക്കാൻ ദൈവത്തിൻ്റെ ദാനങ്ങൾ ആത്മാവ് വഴി നമുക്ക് നൽകപ്പെടുന്നു. പത്രോസിനെ വിജാതീയനായ കൊർന്നേലിയസിൻ്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നതായി നാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. കൊർന്നേലിയോസിനും പത്രോസ് വരുമെന്നും പ്രാർത്ഥിച്ച് കാത്തിരിക്കുവാനും ദർശനത്തിൽ നിർദ്ദേശം നൽകപ്പെടുന്നുണ്ട്. പിന്നീട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു രക്ഷകനെന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുകയും ചെയ്തു. സഹോദരങ്ങളെ, യേശുവാകുന്ന മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് മാത്രമാണ് ഫലം നൽകുവാൻ സാധിക്കുന്നത് എന്ന് കർത്താവായ യേശു അടിവരയിട്ട് പറയുന്നു യോഹന്നാൻ 15-ാം അധ്യായത്തിലൂടെ. അതിനാൽ ഞാൻ എവിടെയാണ്, ഞാനും നിങ്ങളും എവിടെയാണ്? തായ്തണ്ടിൽ ചേർന്ന് നിൽക്കുന്നുവോ അതോ നാം അകന്നു നിൽക്കുന്നുവോ? അകന്നു നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണമായ പൊട്ടക്കിണറുകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ ഉറവയായ കർത്താവിലേക്ക് നമുക്ക് അടുത്ത് വരാം, ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ അവിടുന്ന് നമ്മളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ നാം ധാരാളമായി ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതിനാൽ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ദൈവാത്മാവ് നയിക്കുന്ന സത്യത്തിൻ്റെ പാത പിന്തുടരാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, അവിടുത്തെ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അതിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അതുവഴി യേശുവിനെ കൂടുതൽ അറിയിക്കുവാനും യേശു നൽകുന്ന രക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാകട്ടെ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.